ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇപ്പം ഞാൻ വീട്ടിലാണ് കേട്ടോ ഉള്ളത്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഇന്ന് രാവിലെ തന്നെ ഒരു യാത്ര പോവുകയാണ്. ഇന്നലെ മുതൽ യാത്രകൾ തന്നെയാണ്. പക്ഷേ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, കുറേ അധികം പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതായത് അങ്ങോട്ട് മാറ്റി വെക്കാൻ പറ്റില്ല. ബാക്കിയുള്ള എല്ലാവരും പല കാര്യങ്ങളിൽ അങ്ങോട്ട് തിരക്കായതുകൊണ്ടേ നമ്മൾ മാത്രമാണ് ഇപ്രാവശ്യം ഈ യാത്രകൾക്കൊക്കെ പോണത്. വേറൊന്നുമല്ല, നമ്മൾ കുടുംബക്ഷേത്രത്തിലും വൈദീശ്വരൻ കോവിൽ, കുംഭകോണം, തഞ്ചാവൂർ ഭാഗത്തായിട്ട് കുറച്ച് കോവിലൊക്കെ പോകേണ്ട ആവശ്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ്, ആവശ്യങ്ങളല്ല, ദർശനത്തിന് പോവുകയാണ് ശരിക്കും. പിന്നെ നമുക്ക് അവിടെ പോകേണ്ട വേറെയും കുറച്ച് ആവശ്യങ്ങളുണ്ട്. അപ്പം നമ്മൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നേരെ വന്നിരിക്കുന്നത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ശരവണ ഭവനിലേക്കാണ് കേട്ടോ. ഞാൻ എപ്പോഴും പറയാറില്ലേ, ഇവിടെ നിന്നാണ് കൂടുതൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ്. അപ്പോൾ കാറ് കൊണ്ടുവന്ന് നേരെ ചാർജ് ചെയ്യാൻ ഇട്ടു. കാരണം നമ്മുടെ വീട്ടിലൊരു ഇലക്ട്രിക് കാർ ചാർജ് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ടായിരുന്നില്ല. കാരണം ആദ്യമായിട്ടാണ് നമ്മുടെ വീട്ടിലൊരു ഇലക്ട്രിക് കാർ മേടിക്കുന്നത് കേട്ടോ. അപ്പോൾ അവർ ഷോറൂമിൽ നിന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അവർ ഇന്നോ നാളെ വന്ന് റെഡിയാക്കി വെക്കാം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇനി അതിൻ്റെ വയറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് വരാൻ കുറേ അധികം സമയം എടുക്കും. അപ്പോൾ നമ്മൾ ഇന്നലെ കൊണ്ടുവന്ന കാറ് പാർക്ക് ചെയ്തിട്ടതിന് ശേഷം ഏകദേശം ഒരു 50% ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ അത്യാവശ്യം നല്ല ഡ്രൈവൊക്കെ പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ രാവിലെ വന്ന് ചാർജ് ചെയ്തിട്ട് വേണം നമുക്ക് ഇവിടുന്ന് പോകാൻ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് വരുമ്പോഴേക്കും കാറും ചാർജ് ആവുമല്ലോ. അങ്ങനെ ഒരു പ്ലാനിങ്ങിലാണ് ഇന്ന് രാവിലെ തന്നെ ഇറങ്ങിയേക്കുന്നത്. ഈ സമയത്ത് തന്നെ ഇങ്ങനൊരു യാത്ര പ്ലാൻ ചെയ്യാനുള്ള മെയിൻ കാരണം ആദ്യമാണ് കേട്ടോ. കാരണം പിള്ളേർക്ക് ഇപ്പോഴാണല്ലോ വെക്കേഷൻ വരുന്നത്. ഇനി ഒരു 2 months കഴിഞ്ഞിട്ട് അവർക്ക് സ്കൂൾ ഓപ്പൺ ആവുള്ളൂ. ഇതിനിടയ്ക്ക് ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ്സൊക്കെ ഉണ്ട്. അത് പുള്ളി കാര്യമായിട്ട് അങ്ങോട്ട് സ്കിപ്പ് ചെയ്യും. പിന്നെ ഈ സമയത്താണല്ലോ അവർക്കൊരു ഫ്രീ ടൈമൊക്കെ കിട്ടുന്നത്. എപ്പോഴും ഇങ്ങനെ സ്കൂളൊന്നും പറഞ്ഞിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് മിക്ക സമയങ്ങളിലും നമ്മൾ ഈ മാർച്ച്, ഏപ്രിൽ, ജൂൺ ഈ ഒരു സമയത്താണ് ഒട്ടുമിക്ക കാര്യങ്ങൾക്കും യാത്രകളൊക്കെ നടക്കാറുള്ളത്. മമ്മിയാണെങ്കിൽ പുതിയ അമ്പല ദർശനത്തിനുള്ള എക്സൈറ്റഡ് സ്റ്റേറ്റിലായിരുന്നു കേട്ടോ. ആദ്യക്ക് പിന്നെ എങ്ങോട്ടാണ് പോണത് എന്ന് പോലും ഐഡിയ ഇല്ല. ഞാനും സജ്ജുവാണ്. കുറച്ച് ഫോട്ടോസും സെൽഫീസും ഒക്കെ എടുക്കാം. ട്രിപ്പിംഗ് നമുക്ക് എന്നും ഒരു ഹരമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് കാറൊക്കെ ചാർജ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് പാട്ടൊക്കെ ഇട്ട് അങ്ങോട്ട് പോകാമെന്ന് അങ്ങോട്ട് പ്ലാൻ ചെയ്യുമായിരുന്നു. നല്ല പൊരിഞ്ഞ വെയിലാണ്. കാറിൻ്റെ അകത്തിരിക്കുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. ഇതിപ്പോൾ രാവിലെ കൊണ്ട് അത്രയ്ക്ക് അറിയാൻ വയ്യ. ഇനി നമുക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 4-4.5 മണിക്കൂർ എത്തും നമ്മൾ തഞ്ചാവൂർ എത്താനായിട്ട്. ആക്ച്വലി നമ്മൾ തഞ്ചാവൂരിനും കുംഭകോണത്തിനും ഇടയ്ക്കുള്ളൊരു ഹോട്ടലാണ് ബുക്ക് ചെയ്തേക്കുന്നത്. അത് ബുക്ക് ചെയ്യാൻ വേറൊരു പ്രത്യേക കാരണമുണ്ട്. നമ്മൾ ആക്ച്വലി കുംഭകോണം ആ ഒരു ഭാഗത്ത് പോകുമ്പോൾ ഒട്ടുമിക്ക സമയത്തും ഇതേ ഹോട്ടലിൽ തന്നെയാണ് കേട്ടോ സ്റ്റേ ചെയ്യാറ്. നമുക്ക് കുറച്ച് ഹെറിറ്റേജ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. പിന്നെ ഭയങ്കര പീസ്ഫുള്ളാണ്. ആക്ച്വലി ഞാൻ അവിടെ പോയിട്ടില്ല. എൻ്റെ വീട്ടിൽ നിന്ന് എപ്പോഴും പോകുമ്പോൾ അവിടെയാണ് സ്റ്റേ ചെയ്യാറുള്ളത്. മിക്കപ്പോഴും അവിടെ പോയി സ്റ്റേ ചെയ്യേണ്ട ഒരു അവസരത്തിൽ പോയി നിൽക്കേണ്ട സമയമൊന്നും എനിക്ക് കിട്ടാറുണ്ടായിരുന്നില്ല. ഇപ്രാവശ്യമാണ് ഞാനൊന്ന് ഫ്രീ ആയത്. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ടാന്ന് തോന്നുന്നു ആദ്യക്ക് വ്ളോഗ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവനും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. அதுக்கப்புறம் ஒரு ஸ்கிரீனு, இது பிரேக்கு, இது ரிவர்ஸ், அப்படி போகும் கியர் சேஞ்ச் பண்ணுது. அதுக்கப்புறம் நோபு இங்க கீ வைக்கலாம். அதுக்கப்புறம் இங்க மேல இது ஓபன் பண்ணலாம். அதுக்கப்புறம் இங்க எல்லாம் செட்டிங்ஸும் இருக்கு. அது வைக்கலாம். சரி பா போலாமா? வாணிக்கு இங்க சீட் பெல்ட் போடுறாங்க. அவ்வளவுதான் गाइस, பை. ആദ്യം ഈ കഥയൊക്കെ പറയുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, എത്ര പെട്ടെന്നാണല്ലോ ഈ പിള്ളേർ വളരുന്നത്. കുഞ്ഞായിരുന്നപ്പോൾ എന്ത് അടിപൊളിയായിരുന്നു, ഇപ്പോഴും അടിപൊളിയാണ്. അവൻ്റേതായ രീതിയിൽ ഓരോ പ്രായത്തിലും ഓരോ പിള്ളേർക്കും ഓരോ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷെ കുഞ്ഞായിരിക്കുമ്പോഴാണ് കുട്ടികൾ എപ്പോഴും അടിപൊളിയെന്ന് എനിക്ക് തോന്നാറുണ്ട്. വളർന്ന് വരുമ്പോഴേക്കും അവരോരോരോ പുതിയ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വരുമല്ലോ. അപ്പോൾ അവരുടെ ഇന്നസെൻസ് ഒക്കെ ഒരുപാട് കുറഞ്ഞ് നമ്മളെപ്പോലെ ആവുന്നല്ലോ എന്ന് ഞാൻ ചിലപ്പോഴൊക്കെ ആലോചിക്കാറുണ്ട്. കുഞ്ഞിലെ ആയിരിക്കുമ്പോൾ ഞാനും ആദ്യം ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നേ. ഞാൻ അവിടെ നിന്ന് മാറി നിൽക്കുന്നത് പോലും അവന് ഇഷ്ടമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ആൺകുട്ടികളാണല്ലോ, അവർക്ക് കൂടുതലും ഈ അവരുടേതായ സ്പോർട്സും അവരുടേതായ ഈ എക്യുപ്മെൻറ്റ്സും PS5 അതിനോടൊക്കെ അവന് കൂടുതൽ അട്രാക്ഷൻ വന്നു തുടങ്ങി കേട്ടോ. എത്ര പെട്ടെന്നല്ലേ പിള്ളേർ വളരുന്നത്. കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും അവന് 10 വയസ്സായി. എന്നെ തരമാട്ടിക്കുതേ. கீழே உட்காரு, நாங்க இதை வச்சுட்டு கையில வச்சு பாருங்க. நமக்கு கை வைക്കാം.
ഇവിടെ നമ്മുടെ വാട്ടർ ബോട്ടിൽ വെക്കാം നമുക്ക് ഐസ്ക്രീം സച്ച് ബാക്ക് സീറ്റിലേക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ അടിപിടി പൂരമാണ്. ഞാൻ അതുകൊണ്ട് നൈസായിട്ട് എപ്പോഴും ഇറങ്ങി ഫ്രണ്ടിലിരിക്കാറുണ്ട്. ആദ്യം സച്ചുമായിട്ട് ഒരു അമ്മ മോൻ ബന്ധത്തെക്കാട്ടൊരു അവർ കൂടുതൽ ഫ്രണ്ട്സായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. അവൻ എത്ര പേരുടെ അടുത്ത് നിന്ന് അടി മേടിച്ചാലും ചില സമയം അനങ്ങാറേയില്ല. പക്ഷെ സച്ചു ഒന്ന് നോക്കിയാൽ തന്നെ അവൻ എങ്ങനെയാണ് ഇങ്ങനെ നിൽക്കുന്നതെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ ഒട്ടുമിക്ക അമ്മമാരും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ ഞാനൊക്കെ അടിച്ചാൽ അവൻ എത്രയാണെങ്കിലും ഇങ്ങനെ വടി പോലെ നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് ചില സമയം കുശുമ്പൊക്കെ തോന്നും കേട്ടോ. എത്രയൊക്കെ മേമാന്ന് പറഞ്ഞാലും കുട്ടികൾക്ക് അമ്മമാരോടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് ഭയങ്കരമാണല്ലേ. പിന്നെ അല്ലെങ്കിലും ആമ്പിള്ളേർക്ക് ഈ അമ്മയോട് ഭയങ്കര അറ്റാച്ച്മെൻറ്റ് ഉണ്ടെന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവർക്കും അച്ഛനെക്കാട്ടിയും പറയാൻ കൂടുതലുള്ളത് എപ്പോഴും അമ്മമാരെ കുറിച്ചാണ്. ഇപ്പോഴും പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് എൻ്റെ അമ്മേനെയാണ് കൂടുതൽ ഇഷ്ടമെന്ന്. എനിക്ക് തോന്നുന്നു പെൺപിള്ളേർക്കും അങ്ങനെയൊക്കെ തന്നെ ആണ്. പക്ഷേ ആമ്പിള്ളേർക്കൊരു എക്സ്ട്രാ സ്നേഹം ഉണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മൾ പിന്നെ ഒരു അടിപിടി ബന്ധമാണല്ലോ അമ്മമാരുമായിട്ടുള്ളത്. ഇവിടെ റോഡ് അത്യാവശ്യം അടിപൊളിയാണ്. അതുകൊണ്ട് നമുക്ക് നല്ല സ്മൂത്തായിട്ട് ഇങ്ങോട്ട് വരാം. ഇപ്പോൾ രാവിലെ നമ്മൾ ഇറങ്ങിയതുകൊണ്ട് കാര്യമായിട്ടൊന്നും ചൂടടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഇപ്പം നല്ല ചൂടായി വരുന്നുണ്ട്. ഏകദേശം 2 മണിക്കൂർ കൂടുതലായി കേട്ടോ നമ്മൾ ഡ്രൈവ് ചെയ്ത് തുടങ്ങിയിട്ട്. വെയിൽ കാരണം ദാഹിച്ചിട്ട് പോലും വേറെ അങ്ങോട്ടും ഇറങ്ങി ഒരു ചായയോ ഒരു കാപ്പിയോ ഒന്നും കുടിക്കാനായിട്ട് നിന്നില്ല. അല്ലെങ്കിലും ഈ സമയത്ത് ആരല്ലേ ചായയും കാപ്പിയും കുടിക്കുക. പക്ഷേ എനിക്ക് നല്ല ത്രോട്ട് ഇൻഫെക്ഷൻ ആയിരുന്നേ പോയ സമയത്ത്. അപ്പോൾ അതുകൊണ്ട് തണുത്തൊക്കെ കഴിക്കാൻ ചെറിയൊരു മടിയുണ്ടായിരുന്നു. ഞാൻ കുറേ സമയം ഫ്രണ്ടിൽ ഇരുന്ന് കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു കേട്ടോ. പുതിയ കാറിൽ എവിടെ ഫോൺ സെറ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു ബേസിക് പ്ലാനിങ് ഒക്കെ അവിടെ നടത്തിയിരുന്നു കേട്ടോ. ആദ്യം നൈസായിട്ട് ബാക്കിൽ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നേ. അല്ലെങ്കിലും അമ്മയും മോനും ഒക്കെ ഒരു വലിയ അടിക്ക് ശേഷം രണ്ടുപേരും കിടന്നുറങ്ങുന്നത് ഇവിടുത്തെ ഒരു സ്ഥിരം പരിപാടിയാണ് കേട്ടോ. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്കിന് നമുക്കൊരു പോലീസ് വണ്ടി കൈ കാണിച്ചേ. ആദ്യം ഞാൻ വിചാരിച്ചു സാധാരണ നമ്മൾ ഈ റോഡിലൊന്നും പോകുമ്പം എസ്പെഷ്യലി TN രജിസ്ട്രേഷൻ ആണെങ്കിൽ അവരിങ്ങനെ കാര്യമായിട്ട് തിരിഞ്ഞ് നോക്കാറൊന്നുമില്ല. പക്ഷേ ഇലക്ഷൻ അനൗൺസ് ചെയ്തല്ലോ, ഇനി എല്ലാ കാറും മിക്കപ്പോഴും ചെക്ക് ചെയ്തിട്ട് മാത്രമേ വിടാറുള്ളൂ. അത് കേട്ട് ആദ്യം ചാടി എണീറ്റു. പിന്നെ നമ്മളൊരു ചായയൊക്കെ കുടിച്ച് നേരെ ഹോട്ടലിലേക്ക് വന്ന് കയറുകയാണ് കേട്ടോ. ഇതാണ് ആക്ച്വലി അവിടുത്തെ ബേസിക് എൻട്രൻസ് എന്ന് പറയുന്ന സാധനം. ഇതൊരു പ്രോപ്പർലി ഹെറിറ്റേജ് ആയിട്ട് ചെയ്യാൻ നോക്കിയിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഇതൊരു അഗ്രഹാരം ടൈപ്പ് ഹോട്ടലാണ് കേട്ടോ. അതായത് ഒരു ഇല്ലോന്നോ അല്ലെങ്കിൽ നമ്മുടെ പണ്ടത്തെ ഒരു റോയൽറ്റിയൊക്കെ കീപ്പ് ചെയ്യുന്ന ഒരു ഹെറിറ്റേജ് പ്രോപ്പർട്ടി. 80s എന്തോ ആണ് ഇത് ബിൽഡ് ചെയ്തതെന്നാണ് ഇവിടെ ഉള്ളവർ പറഞ്ഞത്. പണ്ട് ചോള ഡിനാസ്റ്റിയൊക്കെ ഉണ്ടായിരുന്ന സമയത്തുള്ളതല്ല, അതിനുശേഷം ഇവർ ബിൽഡ് ചെയ്തെടുത്തതാണ്. പക്ഷേ ഇവിടുത്തെ ഒരു റോയൽറ്റിയും ചോളാസിൻ്റെ കുറേ അധികം സാധനങ്ങളൊക്കെ ഉള്ള ഒരു മ്യൂസിയം കം ഹെറിറ്റേജ് പ്രോപ്പർട്ടി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു റോയൽറ്റി ലുക്കൊക്കെ നമുക്കിവിടെ കിട്ടും കേട്ടോ. എസ്പെഷ്യലി ഇവിടുത്തെ റൂംസിന്. പിന്നെ ഇവർക്ക് കുറേ അധികം സാധനങ്ങളുടെ സ്റ്റോറേജ് ഉണ്ട്. അതായത് ഒരു ടിപ്പിക്കൽ മ്യൂസിയം സ്റ്റൈൽ പ്രോപ്പർട്ടിയാണിത്. നമുക്കിതിനകത്ത് കയറിക്കഴിഞ്ഞാൽ പണ്ട് മുതലേ ഉപയോഗിച്ചിരുന്ന ഒരുപാട് ടൈപ്പ് ഓഫ് സാധനങ്ങളുടെ കളക്ഷൻസ് കാണാം കേട്ടോ. അങ്ങനെ ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ നല്ലപോലെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു സാധനമാണ് ഇത്. ആക്ച്വലി ഞാൻ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരുടെ റിസപ്ഷനാണ്. ഇവിടെ തന്നെ എന്തോരം സാധനങ്ങളാണെന്ന് നോക്കിക്കേ. പണ്ട് മുതലേ നമ്മൾ ഉപയോഗിച്ച് വന്നിരുന്ന പല ടൈപ്പ് ഓഫ് വിളക്കുകൾ, വാച്ചുകൾ, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസിൻ്റെ സമയത്തൊക്കെ ഉണ്ടായിരുന്ന കുറേ വെപ്പൻസ്, പിന്നെ നെഹ്റുവിൻ്റെ സമയത്ത് ഉണ്ടായിരുന്ന വിലങ്ങൾ, അങ്ങനെ അതിനൊരു സ്റ്റോറീസ് ഉൾപ്പെടെ അവരവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഭഗവത്ഗീതയാണെങ്കിലും എനിക്കവിടെ കണ്ടുപോയത് അതിലേക്കാണ് കേട്ടോ. പിന്നെ ആ സമയത്ത് ഉപയോഗിച്ചിരുന്ന കുറേ പാത്രങ്ങൾ, ശില്പങ്ങൾ കാണാൻ തന്നെ ഒരുപാടുണ്ട്. ഇരുന്ന് കഥയൊക്കെ വായിക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് പഠിക്കാനും ഉണ്ട് കേട്ടോ. അപ്പോൾ മ്യൂസിയം ടൈപ്പ് ഒരു ഹെറിറ്റേജ് പ്രോപ്പർട്ടി വളരെ പീസ്ഫുള്ളായിട്ട് കുറച്ച് ഉള്ളിലേക്ക് തഞ്ചാവൂരിനും കുംഭകോണത്തിനും ഇടയ്ക്കൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്കും ഈ ഹോട്ടലിൽ വന്ന് സ്റ്റേ ചെയ്യാവുന്നതാണ്. ഇവിടെ പല ടൈപ്പ് റൂംസ് ഉണ്ട്. ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോണത് ഇവിടുത്തെ ടോപ്പ് ആൻഡ് റൂമാണ്. പക്ഷെ പണ്ട് ഇവരൊക്കെ വന്നിരുന്ന സമയത്ത് അന്ന് ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവർ വേറൊരു ടൈപ്പ് റൂമിലാണ് സ്റ്റേ ചെയ്തിരുന്നത്. ഇപ്പം നമ്മൾ സ്ഥിരം റെഗുലർ കസ്റ്റമർ എന്നൊക്കെ രീതിയിൽ അവർ അപ്ഗ്രേഡ് ചെയ്ത് തന്നെയാണ് കേട്ടോ. നമ്മൾ കുംഭകോണം ഭാഗത്തൊക്കെ നോക്കിയപ്പോഴേ എസ്പെഷ്യലി വൈദീശ്വരം കോവിലിൻ്റെ സൈഡിലായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ ഏരിയയിലൊക്കെ നോക്കിയപ്പോൾ ഉണ്ടല്ലോ അത്യാവശ്യം നല്ല കൊള്ളാവുന്ന ഹോട്ടൽസ് ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ നോക്കിയതെല്ലാം ഔട്ട് സൈഡ് അടിപൊളിയായിരുന്നു, പക്ഷേ ഇൻസൈഡ് നോക്കിയപ്പോൾ കൊണ്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മേലി ഇവിടത്തേക്ക് തന്നെ തിരിച്ചു വരാമെന്ന് വിചാരിച്ചത്. അല്ലെങ്കിൽ നമ്മൾ പോകേണ്ട കോവിലേക്ക് കുറച്ച് അധികം ഡിസ്റ്റൻസ് ഉണ്ട്, ഏകദേശം 1.5 hours ഡ്രൈവ് ഉണ്ട്. പിന്നെ നമുക്ക് തഞ്ചാവൂർ നിൽക്കാം എന്നൊക്കെ കരുതിയിട്ടാണ് ഇങ്ങടേക്ക് വന്നത് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ ചോളാസിൻ്റെ ഹിസ്റ്ററിയും അവരുടെ വെപ്പൺ ഫാക്ടറി ഒരുപാട് കാര്യങ്ങൾ
നിങ്ങൾക്ക് കാണാം. ഇത് കണ്ടോ, നേതാജി സുഭാഷ് ചന്ദ്രബോസിന് ധരിച്ചിരുന്ന വിലങ്ങ് എന്നൊക്കെ പറഞ്ഞ് അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ മ്യൂസിയം ടൈപ്പ് പ്രോപ്പർട്ടീസ് ഉണ്ടല്ലോ, അതിവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പം നമ്മൾ പോണത് ഇന്ന് നമ്മുടെ റൂം ഒന്ന് നോക്കാനാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം വന്ന റൂമല്ല നമ്മൾ ഇപ്രാവശ്യം സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് മെയിൻലി അവർ കാണിച്ചു തന്ന് അപ്ഗ്രേഡ് ചെയ്ത് തന്ന റൂം കേട്ടോ. ഇതൊരു റോയൽ സെറ്റപ്പിൽ ഒരു ഹെറിറ്റേജ് ടൈപ്പ് സ്റ്റേ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് റൂംസൊക്കെ തന്നെ അങ്ങനത്തെ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. എസ്പെഷ്യലി ഇതിൻ്റെ സൈസ് പറയാതിരിക്കാൻ വയ്യ, ഭയങ്കര ലാർജ് റൂംസാണ്. ഇതിനൊരു വലിയ ബാൽക്കണി ഉണ്ട്, അതിൻ്റെ തൊട്ടപ്പുറത്ത് വേറെ റൂംസും ഉണ്ട്. അപ്പം നമ്മൾ അതെല്ലാം കൂടെ കയറി കാണാൻ പ്ലാൻ ചെയ്യുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ടയേർഡായിരുന്നു. സച്ചുവാണ് ആക്ച്വലി പോയി റൂമൊക്കെ സെലക്ട് ചെയ്തത്. പുറത്തിറങ്ങി വന്നപ്പോൾ പണ്ട് ഉപയോഗിച്ചിരുന്ന കുറേ സാധനങ്ങളൊക്കെ അവർ പുറത്തും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം ഇവിടെ അമ്പലത്തിൻ്റേതായ രീതിയിലുള്ള പ്രാർത്ഥനയും പൂജയും അങ്ങനത്തെ കുറേ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഇതിനകത്ത് ഏകദേശം കുറേ റൂംസ് ഉണ്ടെന്ന് എനിക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വന്നപ്പോഴാണ് മനസ്സിലായത്. എല്ലാം ഒരു അഗ്രഹാരം ടൈപ്പ് ഓഫ് ലിവിങ് ആണ് കേട്ടോ. ഇവരുടെ ഒരു റെസ്റ്റോറൻ്റ് ആണെങ്കിലും അതേ രീതിയിലാണ് ഇവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ നടന്നു പോണ എല്ലാ സ്ഥലത്തും നമുക്ക് എന്തെങ്കിലുമൊക്കെ വായിക്കാനും പഠിക്കാനും ഉണ്ടാവും. വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം. നമ്മൾ ടിപ്പിക്കൽ അഗ്രഹാരം പോയിട്ടുണ്ടവർക്ക് അറിയായിരിക്കും, അങ്ങനത്തെ ഒരു ടൈപ്പിലാണ് ഇവിടുത്തെ ഓരോ ബിൽഡിങ്ങും ഓരോ ഇതും കെട്ടി വെച്ചേക്കുന്നത് കേട്ടോ. പിന്നെ പല ടൈപ്പ് ഓഫ് സാധനങ്ങൾ ഞാൻ അവിടെ കണ്ടു. ഈ തൂക്കിയിട്ടിരിക്കുന്ന സാധനം എന്താണെന്ന് മാത്രം എനിക്ക് മനസ്സിലായില്ല, ചോദിക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നതുമില്ല. പിന്നെ അന്നത്തെ സമയത്തുണ്ടായിരുന്ന രാജാക്കന്മാരുടെ പ്രതിമകളും പിന്നെ കുറേ അധികം പെറ്റ്സ്, അതായത് ഇവിടെ കണ്ടോ മയിലൊക്കെ ഉണ്ട്. ഞാൻ ആദ്യം ഇതിങ്ങനെ വെറുതെ വാണ്ടർ ചെയ്ത് നടക്കുന്ന കണ്ടപ്പം ഇതൊരു മനുഷ്യനുമായിട്ട് എത്രമാത്രം കണക്റ്റഡ് ആവുമെന്നൊക്കെ എനിക്ക് ഡൗട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു അത് അവരുടെ ഒരു സ്ഥിരം ഹാബിറ്റാറ്റ് പോലെയാണ്. കാരണം ആ ഒരു ഭാഗത്ത് പക്കാ സൈലൻസാണ്. നമുക്ക് പോലും ഒന്ന് സംസാരിക്കാനായിട്ട് നമ്മളൊന്ന് ബഹളം വെച്ച് കഴിഞ്ഞാൽ ഒരു 10 പേര് തിരിഞ്ഞു നോക്കും എന്നൊരവസ്ഥയാണ് കേട്ടോ. അപ്പം ഞാനും സച്ചും മമ്മിയും ആദ്യം കൂടി നേരെ റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ്. നമ്മളിവിടെ വന്ന് നന്നായിട്ട് ഒരു തഞ്ചാവൂർ സ്പെഷ്യൽ അല്ലെങ്കിൽ ഒരു കുംഭകോണം കോഫിയൊക്കെ കുടിക്കണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ അത് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ പ്യുവർ വെജ് മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് ഒരു പനീർ ഫ്രൈയും പിന്നെ ഒരു ബജിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവരുടെ ഇൻഡോർ റെസ്റ്റോറൻറ്റ്. അപ്പം ഇതിനകത്ത് ചുറ്റും വാൾസിൽ കണ്ടോ ഇവിടെയും നിറയെ സാധനങ്ങളുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ വായിച്ചുകൊണ്ടേ ഇരിക്കാം. പിന്നെ അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന സൂയി മെഷീൻ, പിന്നെ അന്ന് ഇത് ലണ്ടൻകാർ, അതായത് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതാണെന്നൊക്കെ അവരോട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് പ്രസ്, നമ്മുടെ ആദ്യമായിട്ട് കാലത്ത് നമ്മൾ ലണ്ടനിൽ, അതായത് ബ്രിട്ടീഷുകാർ തന്നെ ഉണ്ടാക്കിയ ആ പ്രസ് ഉണ്ടല്ലോ, നമ്മൾ അച്ചടിക്കുന്ന സാധനം, അത് അങ്ങനെ കുറേ സാധനങ്ങൾ അവിടെ ഉണ്ട്. നമുക്ക് മൊത്തത്തിൽ ഒരു കാം ആൻഡ് വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്റ്റേ ആയിരുന്നു കേട്ടോ. ഈ സാധനമൊക്കെ എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. അന്നത്തെ ഉപയോഗിച്ചിരുന്ന കുടമാണോ എന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവരുടെ ഔട്ട്ഡോർ റെസ്റ്റോറൻറ്റ്. ഇവിടെ ഇരുന്നും നമുക്ക് ഫുഡൊക്കെ കഴിക്കാം. യൂഷ്വലി ഇവർ ബൂഫേ തരുന്നത് രാവിലെയാണ് കേട്ടോ. അപ്പം നാളെ രാവിലെ മിക്കവാറും ഇവിടെ ആയിരിക്കും ബൂഫേ അവർ സെറ്റ് ചെയ്യാൻ പോകണമെന്ന് സച്ചോടെ പറയുന്നുണ്ടായിരുന്നു. ആദ്യമാണെങ്കിൽ ഓരോ സാധനങ്ങൾ കണ്ടിട്ട് ഇതെന്താ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ കുറേയൊക്കെ പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചു, കുറച്ചൊക്കെ വായിച്ച് പറഞ്ഞു കൊടുത്തു. അങ്ങനെ നീണ്ട ഒരു നടത്തയ്ക്ക് ശേഷം തിരിച്ചിവിടെ വന്നപ്പോഴേക്കും അവർ നല്ല കുംഭകോണം കോഫി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കുടിച്ച് ഒന്ന് പുറത്തേക്ക് കറങ്ങാൻ ഇറങ്ങിയപ്പം കുറേ അധികം ആൾക്കാർ അവിടെ വന്നിട്ടുണ്ട്. അവിടെ ഞാൻ വിചാരിച്ചു നമ്മൾ മാത്രമേ സ്റ്റേ ചെയ്യുന്നുണ്ടെന്ന്. പക്ഷേ ഇവിടെ തന്നെ കുറേ പേരുണ്ട്, എസ്പെഷ്യലി ലേഡീസാണ് കേട്ടോ. കുറച്ചൊക്കെ ഏജ്ഡ് ആയിട്ടുള്ള ഒരു സ്പിരിച്വാലിറ്റിയൊക്കെ ഒന്ന് നോക്കി നടക്കുന്ന ആൾക്കാരാണെന്നാണ് അവരുടെ ഒരു ഫസ്റ്റ് ഇംപ്രഷനിൽ എനിക്ക് മനസ്സിലായത്. അവർ മെയിൻലി ഈ അമ്പല ദർശനം അങ്ങനെ കുറേ കാര്യങ്ങളാണെന്ന് തോന്നുന്നു കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കാരണം അവരവിടെ അതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു കേട്ടോ. ഈ ഇപ്പോൾ കാണിച്ചതില്ലേ അത് ഇവിടുത്തെ മെയിൻ പൂളാണ് കേട്ടോ. ആരും ഇങ്ങനെ ഇറങ്ങാറൊന്നുമില്ല, പക്ഷെ അതൊരു സ്വിമ്മിംഗ് പൂൾ എന്ന രീതിയിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നു. കുറച്ച് സമയം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഞാനും സച്ചും മമ്മിയൊക്കെ താഴേക്ക് വന്ന് ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ തീരുമാനിച്ചു. ഈ ഇരുന്ന് ആടുന്ന ഊഞ്ഞാൽ പണ്ട് കാലത്ത് രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്നൊരു ടൈപ്പാണ് കേട്ടോ. അപ്പോൾ അതിനകത്തിരുന്നിട്ട് സൈഡിൽ ഇങ്ങനെ തോഴിമാരും ഒക്കെ നിന്ന് ഇങ്ങനെ മേളിൽ ആ സാധനം ആട്ടും. അങ്ങനെയാണ് ഇവർക്ക് കാറ്റൊക്കെ ഉണ്ടായിരുന്നത്. ഇലക്ട്രിസിറ്റി സംഭവങ്ങളൊന്നും ഇല്ലല്ലോ, അപ്പോൾ അതൊക്കെ അവിടെ കാണുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളിന്ന് പോകുന്നത് നേരെ ഒരു നൈറ്റ് റൈഡ് പോകണം, ഭക്ഷണം കഴിക്കണം, തിരിച്ചു വരണം, നന്നായിട്ട് റെസ്റ്റ് എടുക്കാം. ഇതായിരുന്നു മെയിൻ പ്ലാൻ. പിന്നെ വേറൊരു മെയിൻ കാര്യമുണ്ടല്ലോ, കാറ് ചാർജ് ചെയ്യണം.
അപ്പോൾ അതിനൊരു സ്ഥലവും കൂടെ കണ്ടുപിടിച്ച് അതിൻ്റെ അടുത്തുള്ളൊരു റെസ്റ്റോറൻ്റാണ് നമ്മളെപ്പോഴും നോക്കാറുള്ളത്. ഇന്ന് നമ്മൾ കംപ്ലീറ്റ്ലി നോൺ വെജ് കഴിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ് കേട്ടോ. കാരണം രാവിലെ തൊട്ട് വെജാണ് കഴിച്ചിരുന്നത്. അപ്പോൾ ഞാനും സച്ചും മെയിൻലി ബിരിയാണിയൊക്കെയാണ് ഓർഡർ ചെയ്തത്. ആദ്യം ആസ് യൂഷ്വൽ അവിടുന്ന് ഇവിടുന്നൊക്കെ കുറച്ച് മാത്രം എത്തിപ്പിടിച്ചൊക്കെ കഴിച്ചു കേട്ടോ. ഇവിടുത്തെ ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെ. കാണാൻ ഞാൻ വിചാരിച്ച കണക്കുള്ളൊരു ഇമ്പ്രഷനൊന്നും ആയിരുന്നില്ല, പക്ഷെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റായിരുന്നു. നമ്മളൊരു 40 to 45 മിനിറ്റ്സ് ആട്ടോ ഫുഡ് കഴിക്കാൻ എടുത്തത്. അപ്പോഴേക്കും നമ്മുടെ കാറും ചാർജ് ആയിട്ടുണ്ടായിരുന്നു. തിരിച്ച് നമ്മൾ നേരെ ഹോട്ടലിൽ വന്നു. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കിടന്നുറങ്ങണം. അതിനിടയ്ക്ക് സച്ചു വേറെ ഏതോ സ്ഥലം കാണിച്ചു തരാമെന്നും പറഞ്ഞ് വേറെ എങ്ങോട്ടൊക്കെ കൊണ്ടുപോയി. ഇവിടെ ഒരു സ്ഥലത്തേക്ക് പോയാൽ വേറൊരു സ്ഥലത്തേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് എനിക്ക് തോന്നി കേട്ടോ. എൻ്റെ ഫോണിൻ്റെ ഗ്ലെയർ കാരണം ലൈറ്റെല്ലാം നീണ്ടൊരു വര പോലെ കാണുന്നുണ്ട്. ആദ്യം അതിനിടയ്ക്ക് നേരെ പോയി കുറച്ച് ഊഞ്ഞാലൊക്കെ തപ്പിപ്പിടിച്ചു. പുള്ളിക്ക് അതിൻ്റെ സന്തോഷമാണ്. ഞാനാണെങ്കിൽ ഉണ്ടല്ലോ വീട്ടിലേക്ക് കുറച്ച് എസ്തെറ്റിക് ആയിട്ടുള്ള പഴയ ഒരു ഹെറിറ്റേജ് ടൈപ്പ് പാത്രങ്ങളും സാധനങ്ങളൊക്കെ തപ്പി നടക്കുന്നൊരു സമയം കേട്ടോ ഇപ്പോൾ. അപ്പോൾ അത് സച്ചുവിന് നന്നായിട്ട് അറിയാം. അങ്ങനെ അവൾ അവിടത്തേക്ക് കൊണ്ടുപോയതാണ്. അവിടെ പുറത്ത് ഭാഗത്തെ മ്യൂസിയം പോലെ തന്നെ ഒരു കംപ്ലീറ്റ് ഡിസ്പ്ലേ ഉണ്ട് പണ്ടത്തെ പാത്രങ്ങളുടെ, എസ്പെഷ്യലി ബ്രാസ്, ബ്രോൺസ്, അതൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് വരാനാണ് എനിക്ക് തോന്നിയത്. അത്രയ്ക്ക് അടിപൊളിയാണ്. എല്ലാം പഴയ സാധനങ്ങളാണ് കേട്ടോ. പിന്നെ ഇവിടെ കുറേ ടൈപ്പ് ഓഫ് മെഷീൻസാണ് പണ്ട് ഉപയോഗിച്ചിരുന്നത്. നമ്മുടെ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരുന്ന ഒരു ഇപ്പോഴത്തെ ഒരു ഫോമിലല്ലാത്ത കുറേ സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെയാണ് മെയിൻലി ഉള്ളത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഫുള്ള് അഗ്രഹാരമാണ്. നമുക്കിതിനകത്ത് ഇങ്ങനെ നടന്ന് ഓരോന്നൊക്കെ കണ്ടിങ്ങനെ നോക്കി നടക്കാം. ഇതിൻ്റെ സൈഡിലായിട്ട് കുറേ സാധനങ്ങളും വെച്ചിട്ടുണ്ട്. ഓരോന്നും വായിച്ച് പഠിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതിനകത്ത് ഞാൻ കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനം, ഒരു മദ്രാസ് സെൻട്രൽ പ്രിസൺ ഉണ്ടായിരുന്നു അതിനകത്ത്. അത് ഇൻഡിപെൻഡൻസിൻ്റെ സമയത്ത് ഒരു നേതാവ് കൊണ്ടുപോകാനായിട്ട്, എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു സുഭാഷ് ചന്ദ്രബോസ് ആണോ നെഹ്റു ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ പോകുന്ന വഴിക്ക് റെസ്റ്റിന് വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരുന്നു എന്നാണ് അവിടെ എഴുതി വെച്ചിരുന്നത്. അതാണ് എനിക്ക് വായിച്ചിട്ട് മനസ്സിലായത്. അപ്പോൾ അതൊക്കെ കണ്ടു. അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. പിന്നെ ഈ ഒരു കലാരൂപം ഇതുവരെ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടോ, അത് ഭയങ്കര അടിപൊളിയാണ്. ഒരു 4 കെട്ട് സെറ്റപ്പിൻ്റെ സൈഡിലാണ് ഈ സൈഡിലായിട്ട് ഈ ഒരു ആർട്ട് വർക്ക് വരുന്നത്. അതും നല്ല അടിപൊളി ഒരു നമുക്ക് നിൽക്കുമ്പോൾ തന്നെ എന്തോ ഒരു എസ്തെറ്റിക് വൈബൊക്കെ തന്നിരുന്നു കേട്ടോ. അങ്ങനെ നടന്ന് എത്ര സമയം നടന്നു എന്നറിയില്ല. എല്ലാവരും ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ഒരാൾ വന്ന് നമുക്കിവിടുത്തെ കുറേ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയാണ്. ഫോറിനേഴ്സൊക്കെ ഇവിടെ ഒരുപാട് വരാറുണ്ടെന്നും അവരിവിടുത്തെ ഒരുപാട് ടൈപ്പ് ഓഫ് ഫെസിലിറ്റീസ്, അതായത് ഈ സ്പാ, അതൊരു പ്രോപ്പർ സ്പായല്ല, ഒരു റിജുനേഷൻ തെറാപ്പിയൊക്കെ പോലെ ഫാമിലി ആയിട്ടൊക്കെ വന്നവർ ചെയ്യാറുണ്ടെന്നൊക്കെ അയാൾ പറയുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾക്ക് ഏകദേശം അതൊക്കെ കേട്ട് നല്ലപോലെ ക്ഷീണം വന്നു. ഞങ്ങൾ നൈസായിട്ട് പതുക്കെ റൂമിലേക്ക് വരാൻ തുടങ്ങി കേട്ടോ. ആദ്യക്ക് മാത്രം അങ്ങനെ കാര്യമായിട്ട് ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല. അവന് നീണ്ടു കിടക്കുന്ന സാധനങ്ങളൊക്കെ കാണുമ്പോൾ ഓടിച്ചാടി കളിക്കാന്നുള്ളത് കൊണ്ടായിരിക്കും അവന് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ കുറേ സാധനങ്ങൾ ആദ്യമായിട്ടാണല്ലോ അവൻ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റിലായിരുന്നു കേട്ടോ പുള്ളി. സച്ചു ആണെങ്കിൽ അതിൻ്റെ ഇടയ്ക്കുള്ള മദ്രാസ് സെൻട്രൽ പ്രസിഡൻസിയിൽ നിന്ന് ഇങ്ങോട്ട് മാറുന്നേ ഉണ്ടായിരുന്നില്ല. അതൊരു സെൻട്രൽ പ്രിസൺ ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ. പിന്നെ നമ്മൾ അകത്ത് കയറി പണ്ടത്തെ റേഡിയോ, വാച്ച്, ക്ലോക്ക്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി കണ്ട് നേരെ ഞങ്ങളുടെ റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഫൈനലി നമ്മൾ റൂമിലെത്തി. ആദ്യം ഇവിടെ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനം ഇത് ഈ കസേരയാണ് കേട്ടോ. എനിക്കിത് കാണുമ്പോൾ ഒരു പ്രേതത്തിനെയാണ് ഓർമ്മ വരുന്നത്. കാരണം ഒട്ടുമിക്ക സിനിമകളിലും നമ്മളിത് പ്രേതപ്പടത്തിൽ ഇങ്ങനെ കസേര ഇരുന്ന് ആടുന്ന കാണാറുണ്ടല്ലോ. ഇത് പക്ഷേ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങ് നല്ല രീതിയിൽ ബാക്കിലേക്ക് പോകുന്ന ഇരുന്നപ്പോഴാട്ടോ മനസ്സിലായത്. അങ്ങനെ നല്ലൊരു ഉറക്കമായിരുന്നു ഇന്നലത്തെ ദിവസം. രാവിലെ തന്നെ ഞങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയിരുന്നു കേട്ടോ. ഇത് നമ്മുടെ റൂമിൽ നിന്ന് പുറത്തേക്കുള്ളൊരു വ്യൂ ആണ്. ഇതുവഴിയൊക്കെയാണ് നമ്മൾ ഇന്നലെ നടന്നു വന്നിരുന്നത്. ഇതൊരു ചെറിയ ബാൽക്കണി സെറ്റപ്പാണ്, സൈഡിലുള്ള ഒരു ബാൽക്കണിയാണ് കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ചെക്കൗട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇറങ്ങിയേക്കുന്നത്. നേരെ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥനയും ദർശനമൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് പോകണം. എനിക്ക് ഇന്ന് രാത്രി തന്നെ വണ്ടി കയറി നാളെ രാവിലെ കൊച്ചി എത്തേണ്ട ആവശ്യമുണ്ട്. അമ്പലത്തിൻ്റെ അകത്തായതുകൊണ്ട് ഞാൻ വേറെ ഒന്നും ഷൂട്ട് ചെയ്തില്ല. നമ്മളങ്ങനെ അമ്പല ദർശനമൊക്കെ കഴിഞ്ഞ് ഈവനിങ് ആണ് കേട്ടോ അവിടുന്ന് തിരിച്ചത്. ഏകദേശം സന്ധ്യയൊക്കെ കഴിയാറുന്ന സമയമാവും നമുക്ക് വീട്ടിലേക്ക് എത്താനായിട്ട്. പക്ഷെ നമ്മൾ കുറച്ച് സമയം ഹോൾട്ട് ചെയ്തു. അത്യാവശ്യം ക്ഷീണവും പിന്നെ കാറൊക്കെ ചാർജ് ചെയ്യണമെന്നുണ്ടായിരുന്നുകൊണ്ട് ഏകദേശം 9-10 മണിയായി കേട്ടോ വീട്ടിലെത്തിയപ്പോഴേക്കും. ഇനി വീട്ടിൽ ചെന്ന് ഇതൊക്കെ അൺപാക്ക് ചെയ്തിട്ട് വേണം ഇങ്ങോട്ട് വരാനായിട്ട് ഒരു പാക്കിംഗ് ഒക്കെ നടത്താനായിട്ട്. എനിക്കെൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ കാര്യമായിട്ടൊരു ലഗേജ് ഉണ്ടാവാറില്ല. ഒരു 1-2 ഉടുപ്പ് മാത്രമേ ഉണ്ടാവാറുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ സച്ചുവിൻ്റെയാണ് യൂസ് ചെയ്യാറ്. പക്ഷെ തിരിച്ച് കൊച്ചിയിലേക്ക് വരുമ്പോഴേക്കും ഒരു അരി, പച്ചക്കറി മുതൽ എല്ലാ വിധത്തുള്ള സാധനം അടങ്ങുന്ന വലിയൊരു
2 ട്രങ്ക് പെട്ടിയായിട്ടാണ് കേട്ടോ വരുന്നത്. അങ്ങനെ ഈ ഒരു യാത്ര ഇവിടെ അവസാനിച്ചു. ഇനി മറ്റൊരു വീഡിയോ കാണുന്നത് വരെ ബൈ.